സാമ്പാർ ഒന്നും പറയില്ല, കിഡിന് സാധനം കേട്ടോ. സാമ്പാർ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കാരണം ഇവിടുത്തെ സാമ്പാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണല്ലോ. ஓ எல்லாமே நல்லா இருக்கும். எப்படி இருக்கு ஃபுட்டுக்கு? எப்படி இருக்கு? நல்லா இருக்கு. சட்னி ഹേ ഗൈസ്, നിങ്ങൾ ഉദുമൽപേട്ടിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്പോട്ട് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ കിടിലൻ ഒരു സ്പോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദുമൽപേട്ട് ബസ് സ്റ്റാൻഡ് തൊട്ട് ഫ്രണ്ടിലാണ്. നമ്മൾ പളനിയിലേക്കുള്ള യാത്രയിൽ, നമ്മൾ പാലക്കാട് വഴി പളനിയിലേക്കുള്ള യാത്രയിലൊക്കെ ശരിക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ, നമ്മൾ കറക്റ്റ് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് നമ്മൾ ഉദുമൽപേട്ട് വഴി എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. കാരണം ആ ഒരു ഹൈവേയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഉദുമൽപേട്ട് ടൗൺ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ മോർണിംഗ് ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ജോലിക്ക് പോകാനും അവരുടെ കാര്യങ്ങളായിട്ട് അവർ അവരുടെ ഒരു ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഹോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ആനന്ദാസ് ആണ്. ഇവരുടെ ടാഗ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ക്ലാസ് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ആണ് ഇന്നത്തെ നമ്മുടെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. സോ നമ്മൾ എത്തിയത് കറക്റ്റ് 9 മണിക്കാണ്. അപ്പം വിശപ്പൊക്കെ വന്നു തുടങ്ങിയാലേ നമുക്ക് യാത്ര ചെയ്ത് പോകുമ്പോഴത്തേന് നമുക്കൊരു ഹൈപ്പ് ഉണ്ടാവുകയുള്ളൂ, എന്നാലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കയറുകയാണ് കേട്ടോ അകത്തേക്ക്. ഭയങ്കര റഷാണ് കേട്ടോ ഈ സമയത്ത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ഇവിടെ ആണ് എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാൻ. മനസ്സിലായി, ഒന്നാമത് ബസ് സ്റ്റാൻഡും കൂടെ ആണല്ലോ. ഓ 40 ഇയേഴ്സ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഇങ്ങതാ വരുവാ. எத்தனை வருஷம் ஆயிடுச்சு? நல்லா இருக்கும் அதுக்காக. ஓ, எப்படி இருக்கும் ஃபுட்டக்கு? எப்படி ஃப்ரெண்டிட்ட எப்படி இருக்கு ஃபுட்டக்கு? எப்படி இருக்கு? நல்லா இருக்கு. என்ன சாப்பிட்ட? தோசை. சூப்பரா. எப்பவும் இங்க தான் வருவா? இங்க தான் இருக்கு. அம்மா எப்படி இருக்கு ஃபுட்டக்கு? எப்படி இருக்கு? ரோஸ்ட் தாங்க. எப்படி இருக்கு? டேஸ்டா இருக்கு. இருக்கு பூரி பாஜிக்கு சூப்பரா இருக்கு. தேங்க் யூ. நல்லா பாத்துக்குவாங்க வந்த உடனே. இங்க சர்வீஸ் ഒക്കെ எப்படி இருக்கு? சர்வீஸ் சூப்பர். இங்க ஃபுட் சர்வீஸ் எல்லாம் எல்லாமே நல்லா இருக்கு. எப்படி இருக்கு ஃபுட் எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கு. சட்னி. ஃபர்ஸ்ட் டைம் இங்க வரோம்? யா ஃபர்ஸ்ட் டைம். ஓகே, என்ன சாப்பிட்டீங்க? என்ன சாப்பிட்டீங்க? பொங்கல். பூரி பொங்கல் சூப்பரா இருக்கு. இங்க சர்வீஸ் ഒക്കെ எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கு. ஓகே, தேங்க் யூ. எங்க எப்படி இருக்கு ஃபுட் எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கு. ഇവിടെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുതലാളിയുണ്ട്. അണ്ണേ വണക്കം. அண்ணே பேர் என்ன? சண்முகம். சண்முகம். எவ்வளோ நாளாச்சு இந்த ஹோட்டலில் ஸ்டார்ட் பண்ணிட்டு? 35 years. 35 years. ஓ, அடிபொலி. இங்கே எல்லாரும் இங்கே தான் வருவா? ஜங்ஷனில். மெயின் வந்து கேரளா, மூணாவது അതേ പോലും സാറ് ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നതിലും ഫുഡ് കഴിച്ചതിന് ക്യാഷ് മേടിക്കുന്നതിൽ. മോർണിംഗ് എന്താ ടൈമിൽ സ്റ്റാർട്ട് പണ്ണും? 6:30. നൈറ്റ് 12 o'clock. ഓ, ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ ഇருக்கு? ഇവിടെ காலையில இட்லி, பொங்கல், பூரி, மசாலா தோசை, நெய் தோசை, பொடி தோசை. 10 o'clock மேலே சிக்கன் பிரியாணி, ஃப்ரைட் ரைஸ், நூடுல்ஸ் லைட்டாக 4 o'clock வரைக்கும். 4 o'clock மேலே சப்பாத்தி, பரோட்டா, தோசை, ரோஸ்ட், ஊத்தாப்பம் அந்த மாதிரி எல்லாம் இருக்கு. எல்லாம் இருக்கு. எல்லா ஐட்டமும். ஓகே. ഒരു പടപണ്ടാര ഒരു നെയ് റോസ്റ്റ് നമ്മുടെ ഫ്രണ്ട് വന്ന് ഇപ്പോൾ ഉണ്ട്.
അതുപോലെ ഇവിടുത്തെ പൂരി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിലുള്ള പൂരിയാണ്, നല്ല വലിപ്പമുള്ള പൂരിയാണ്. അപ്പം ഒരു പൂരി കഴിച്ചാൽ തന്നെ വയറ് നിറയും. പിന്നെ പൂരിയുടെ കൂടെ തന്നെ ബാജി, പിന്നെ അതുപോലെ 2 ടൈപ്പ് ചമ്മന്തിയാണുള്ളത്. വൈറ്റ് ചമ്മന്തി ഉണ്ട്, പിന്നെ റെഡ് ചമ്മന്തി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നെയ് റോസ്റ്റ് ഉണ്ട്, വലിപ്പമുള്ള നെയ് റോസ്റ്റ് ആണ് ഇത്. ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. ഓക്കെ, അത് നമുക്ക് ഇച്ചിരി ബാജിയിൽ ഡിപ്പ് ചെയ്തിട്ട് കൊള്ളാം. എന്നുവെച്ചാൽ തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു ഫ്ലേവറും ആ ടേസ്റ്റും ഒക്കെ ഉണ്ട്. നമുക്ക് അധികം എരിവോ അങ്ങനെയൊന്നുമില്ല. എല്ലാം കൊണ്ടും ഒരു നമുക്ക് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ബാജിക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ റെഡ് കളർ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. റെഡി? ഇതാ, ഇത് ഇച്ചിരി പെരുസായ സാധനമാണ് കേട്ടോ. നല്ല എരിവുണ്ട്. അപ്പോൾ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഇത് സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ആ ചമ്മന്തി പക്കയാണ്. ഓക്കെ, വൈറ്റ് ചമ്മന്തി പിന്നെ അറിയാലോ. പിന്നെ നമുക്ക് നെയ് റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നെയ് റോസ്റ്റ് വിത്ത് സാമ്പാർ. ഓക്കെ, സാമ്പാർ ഒന്നും പറയില്ല, കിഡിന് സാധനം കേട്ടോ. സാമ്പാർ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കാരണം ഇവിടുത്തെ സാമ്പാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണല്ലോ. അതുകൊണ്ട് സാമ്പാറൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം പ്രമാദമാണ്, കിഡിലോസ്റ്റി അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കഴിച്ചത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സാമ്പാർ ഒരു രക്ഷയില്ല മോനെ. പോലെ നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ പോകണം കേട്ടോ. അത്രയ്ക്ക് പൊളിപ്പ സാധനമാണ് കേട്ടോ. ഞാൻ തള്ളി മറിക്കുന്നതല്ല, ഇവിടുത്തെ സാമ്പാർ എനിക്ക് ഭയങ്കര അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടാമതും ഞാൻ ഒന്നുകൂടെ മേടിച്ച് കഴിച്ചിട്ടാണ് ഞാൻ ഈ ഡയലോഗ് അടിക്കുന്നത് കേട്ടോ. സോ എനിവേ, നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉദുമൽപേട്ടിലുള്ള ആനന്ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ഈ ഒരു ഹോട്ടലിൽ ഏകദേശം ഒരു 35 വർഷത്തിന് മുകളിലേക്കായി ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള കടകളെല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ, തൊട്ടടുത്തുള്ള ഷോപ്പുകളും. അപ്പം അവിടെ നിന്നൊക്കെയാണ് ഈ റോസ്റ്റും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെർവ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ വേറെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ സെർവ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അവർ നമ്മളധികം ബോറടിപ്പിക്കാതെ അവർ ആ ഒരു പ്രായം മറന്ന് എനർജി ആയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഉദുമൽപേട്ട് പോയി യാത്ര ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു ഹോട്ടൽ, ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത്. എനിവേ, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക. തമിഴ്നാട്ടിലൂടെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എനിവേ, നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സ് ചെയ്യുന്നു. ഞാൻ ഡ്രീം റോക്കി. ബൈ ബൈ.